നിരവധി വിവാദ വിഷയങ്ങളിൽ പാപ്പായുടെ പ്രതികരണം എന്ന തലക്കെട്ടിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോകൾ കുറച്ചു നാളുകളായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം പരിശോധിക്കുമ്പോൾ AI വഴി നിർമ്മിച്ച ഡീപ്പ് ഫേക്സ് വീഡിയോകളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ പോരാടാൻ തയ്യാറെടുത്തിരിക്കുകയാണ് വത്തിക്കാൻ. ലിയോ 14 പാപ്പ സഭയുടെ പുതിയ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം 100 കണക്കിന് അക്കൗണ്ടുകൾ ഇത്തരത്തിലുള്ള വ്യാജ വീഡിയോകൾ പ്രചരിപ്പിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനമായും യൂട്യൂബിലൂടെയാണ് ഡീപ്പ് ഫേക്ക് വീഡിയോകൾ കാണപ്പെടുന്നതെന്ന് വത്തിക്കാന്റെ കമ്മ്യൂണിക്കേഷൻ വിഭാഗം റിപ്പോർട്ട് ചെയ്തു. ഇവ നീക്കം ചെയ്യുമ്പോൾ ഉടൻ തന്നെ വീണ്ടും മറ്റു അക്കൗണ്ടുകളിൽ നിന്നും അപ്ലോഡ് ചെയ്യുന്ന സാഹചര്യത്തെക്കുറിച്ചും വത്തിക്കാൻ വെളിപ്പെടുത്തി. ലിയോ 14 പാപ്പ രാജിപ്രഖ്യാപനം നടത്തുന്ന തരത്തിലുള്ള വ്യാജ വീഡിയോകൾ വരെ ഇത്തരക്കാർ നിർമ്മിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. മിക്ക വീഡിയോകൾക്കും 100-ലധികം കാഴ്ചകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. എന്നാൽ ചില ഡീപ്പ് ഫേക്കുകൾ ഇതിനോടകം തന്നെ വൈറലാകാൻ തുടങ്ങിയിട്ടുണ്ട്. മാർപ്പാപ്പ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് പുറത്തുള്ള ഒരു പടിക്കെട്ടിൽ വീഴുന്ന തരത്തിലുള്ള AI ചിത്രങ്ങൾ ഫാക്ട് ഫൈൻഡിംഗ് വെബ്സൈറ്റായ സ്നോപ്സിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ചിത്രങ്ങളിലൊന്നായിരുന്നു. പാപ്പായെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഡിക്കാസ്ട്രിയെ അറിയിക്കാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. ലിയോ 14 പാപ്പായുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതാപരമായ വിവരങ്ങൾ അറിയാൻ വത്തിക്കാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിനെ ആശ്രയിക്കുക എന്നും വത്തിക്കാൻ ഡിക്കാസ്ട്രി വായനക്കാരെ ഓർമ്മിപ്പിച്ചു.